Hi students, welcome to Dr. Jain's Physics classes. ഇന്ന് നമ്മളൊരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. കുട്ടികളുമായിട്ട് സംവദിക്കുമ്പോൾ എൻട്രൻസ് എക്സാമിനേഷന്, അതായത് JEE, നീറ്റ്, കീം, ഈ പരീക്ഷയ്ക്കൊക്കെ പഠിക്കുന്ന കുട്ടികളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഫിസിക്സ് ആണ് പ്രശ്നം. ബയോളജിയും കെമിസ്ട്രിയും ഒക്കെ ഞങ്ങൾക്ക് മാനേജ് ചെയ്യാം, പക്ഷെ ഫിസിക്സ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല സർ. ഫിസിക്സ് മാത്രമല്ല, ഫിസിക്സിലെ പ്രോബ്ലംസ് ആണ് പ്രോബ്ലംസ് ആർ ദ പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാം? ഇനി എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാൻ പഠിച്ചു എന്ന് വിചാരിക്കുക. എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ പഠിച്ചു, നന്നായി പഠിച്ചു, പക്ഷെ സമയത്തിൻ്റെ ഉള്ളിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ആകെ കിട്ടുന്നത് 1 മിനിറ്റാണ്. 1 മിനിറ്റ് കൊണ്ട് എങ്ങനെ ഇതൊക്കെ വായിച്ച് ഫോർമുല എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പൊ എങ്ങനെ നോക്കിയാലും സമയം കിട്ടുന്നില്ല. എൻട്രൻസ് എക്സാമിനേഷനുകൾ സമയവുമായിട്ടുള്ള യുദ്ധമാണ്, ടൈമുമായിട്ടാണ് നമ്മൾ മല്ലിടുന്നത്. ആ ടൈമിനെ തോൽപ്പിക്കാൻ നമുക്ക് കഴിയണം. അതിനുള്ള ചില മാർഗങ്ങളാണ്. ഫിസിക്സിലെ പ്രോബ്ലംസ് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. ഫിസിക്സിലെ പ്രോബ്ലംസ് ഒന്ന് തന്ത്രപരമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് ടാക്റ്റിക്കായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊക്കെ ഷോർട്ട് കട്ടുകളുണ്ട്. ഫിസിക്സിലെ എല്ലാ ടോപ്പിക്കിനും എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരുവിധം എല്ലാ ടോപ്പിക്കിനും ഷോർട്ട് കട്ടുകളുണ്ട്. ആ ഷോർട്ട് കട്ടുകൾ ഉപയോഗിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഷോർട്ട് കട്ടുകൾ ശരിക്കും മനസ്സിലാക്കിയിട്ട് ഷോർട്ട് കട്ടുകൾ അപ്ലൈ ചെയ്യാൻ പഠിക്കാൻ, അപ്ലൈ ചെയ്ത് പരിശീലിച്ച് കഴിഞ്ഞാൽ പിന്നെ സമയം ഒരു പ്രശ്നമേ അല്ല. 1 മിനിറ്റാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ തരുന്നതെങ്കിൽ, 60 സെക്കൻഡാണ് നമുക്ക് തരുന്നതെങ്കിൽ, വെറും 15 സെക്കൻഡ് കൊണ്ട് നിങ്ങളത് ചെയ്യും. ഞാൻ ഉറപ്പ് തരാം, നിങ്ങൾക്ക് ധൈര്യമായിരുന്നുള്ളൂ. നിങ്ങൾ ഈ സീരീസ് തുടർച്ചയായിട്ട് കാണാം. സീരീസ് തുടർച്ചയായി ഇതിൽ 1ാമത്തെ വീഡിയോ ആണെന്ന് ഇടുന്നത്. വീഡിയോ പതുക്കെ ഇടുകയുള്ളൂ. ഓരോ തിരക്കുകൾക്കിടയിൽ നമുക്ക് ഉടനടി വീഡിയോ ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഈ സീരീസിൽ ഞാൻ ഇങ്ങനെ തുടർന്ന് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും. ഈ വീഡിയോസ് നിങ്ങൾ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അധികം നമുക്ക് ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ലാതെ പെട്ടെന്ന് നമ്മൾ ഷോർട്ട് ട്രിക്ക് സീരീസിലെ 1ാമത്തെ വീഡിയോയിലേക്ക് നമ്മൾ പോവാണ്. 1ാമത്തെ വീഡിയോ എന്തിനെ കുറിച്ചാണ്? ഫസ്റ്റ് ഇയർ ടോപ്പിക് ആണ് വെർട്ടിക്കൽ മോഷൻ അണ്ടർ ഗ്രാവിറ്റി. ഈ ടോപ്പിക്കിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? 9ാം ക്ലാസ്, 10ാം ക്ലാസ്, 11ാം ക്ലാസ്സിലാണ് നമ്മളിത് പഠിക്കുന്നത് കേട്ടോ. 1 ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് ഓർമ്മയുണ്ടോ? ഏതൊക്കെയാണ് ടോപ്പിക് എന്നൊക്കെ ഓർമ്മയുണ്ടോ? 1 ഡയമെൻഷൻ മോഷനിലാണ് വെർട്ടിക്കൽ മോഷൻ അണ്ടർ ഗ്രാവിറ്റി പഠിക്കുന്നത്. പക്ഷെ ഇത് 9ാം ക്ലാസ്സിൽ, CBSE 8ാം ക്ലാസ്സിൽ വരുന്നുണ്ട്, 9ാം ക്ലാസ്സിലുണ്ട്, SSLC 10ാം ക്ലാസ്സിൽ വരുന്നുണ്ട്. അവിടെയൊക്കെ പ്രോബ്ലം ചോദിക്കും. അവിടെയൊക്കെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ നിങ്ങൾ പരീക്ഷ എഴുതുന്നോ, ഫിസിക്സുമായി ബന്ധപ്പെട്ട ഏത് കോമ്പറ്റേറ്റീവ് പരീക്ഷ നിങ്ങൾ അപ്പിയർ ചെയ്താലും അതിൽ 1ഓ 2ഓ ക്വസ്റ്റ്യൻ ഈ ടോപ്പിക് ഉണ്ടാവും. ഉറപ്പാണത്. ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പറയും, ഓ വെർട്ടിക്കൽ മോഷൻ ഇത്ര ഈസിയാണോ, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാമല്ലോ, ഇതിൽ പ്രോബ്ലം ഒന്നും ഒരു പ്രശ്നമേ അല്ലല്ലോ. അപ്പൊ ചോദ്യവും ഉത്തരം തമ്മിലുള്ള ഗ്യാപ്പാണ് ഞാൻ കുറയ്ക്കാൻ ശ്രമിക്കുന്നത്. ചോദ്യം കാണുന്നു, ഉത്തരം പറയുന്നു. നമ്മുടെ പേരൊക്കെ ചോദിച്ചാൽ വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈ നെയിം ഈസ് ജയൻ എന്ന് പറയുന്ന പോലെ ചോദ്യം ഉത്തരം, പെട്ടെന്ന് ഉത്തരം. ചോദ്യവും ഉത്തരവും തമ്മിലുള്ള ഗ്യാപ്പ് കുറയ്ക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. അതാണ് നമുക്ക് വേണ്ടത്. ചില ഗ്യാപ്പുകൾ ഇൻഫിനിറ്റ് ആയിരിക്കും, അതായത് നമുക്ക് ഒരിക്കലും ആൻസർ ചെയ്യാൻ പറ്റില്ല. അത് പാടില്ല. ഗ്യാപ്പ് കുറച്ച് പരമാവധി 1 മിനിറ്റ് അവർ തരുന്നത് അല്ല, നമുക്ക് 15 സെക്കൻഡ് കൊണ്ട് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യണം. വെർട്ടിക്കൽ മോഷൻ അണ്ടർ ഗ്രാവിറ്റി നമ്മൾ ചെയ്യാൻ പോവാണ്. വെർട്ടിക്കൽ മോഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു ചിത്രം വരയ്ക്കാം. ടൈം ഓഫ് അസെന്റ് ആൻഡ് ടൈം ഓഫ് ഡിസെന്റ്, ഇതാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. വെർട്ടിക്കൽ മോഷനിൽ ടൈം ഓഫ് അസെന്റ് എങ്ങനെ കാണും, ടൈം ഓഫ് ഡിസെന്റ് എങ്ങനെ കാണും? നോക്കൂ, ഒരു ബോള് നമ്മൾ മേലോട്ട് എറിഞ്ഞു എന്ന് വിചാരിക്കുക. മേലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പോയി മാക്സിമം ഹൈറ്റിലെത്തി അത് തിരിച്ച് ഇത് കൂടെ തന്നെയാണ് വരിക. പക്ഷെ നമ്മളൊന്ന് കാണാൻ വേണ്ടി ഇങ്ങനെ വരച്ച് അത് വീണ്ടും താഴെ എവിടെ എത്തി? ഗ്രൗണ്ട് ലെവലിലെത്തി.
ഇതാണ് ഗ്രൗണ്ട്. വെർട്ടിക്കൽ മോഷന്റെ സിമ്പിൾ ഫോം ആണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ഇനി ഇതില് എന്താണ് ഇപ്പൊ മേലോട്ട് എറിയുമ്പോൾ നമുക്കറിയുന്നത് ഒരൊറ്റ കാര്യം ഉണ്ടാവുള്ളൂ. മേലോട്ട് എറിയുന്ന ബോളിന്റെ സ്പീഡ് എത്ര, അതിന്റെ ഇനീഷ്യൽ സ്പീഡ് എത്ര, ഇനീഷ്യൽ വെലോസിറ്റി എത്ര, യു മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് വിചാരിക്കട്ടെ. യു മീറ്റർ പെർ സെക്കൻഡ്, ഇത് മാത്രമേ നമുക്കറിയുള്ളൂ. യു മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ ഒരു ബോള് മേലോട്ട് എറിയുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിലോ 20 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ ഒരു ബോൾ മേലോട്ട് എറിയുന്നു, 30 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ ഒരു ബോൾ മേലോട്ട് എറിയുന്നു, 40 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ ഒരു ബോൾ മേലോട്ട് എറിയുന്നു. എന്നിട്ട് പിന്നെ ചോദ്യമാണ്, എന്തായിരിക്കും ചോദ്യം? ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ടൈം ടേക്കൺ ടു റീച്ച് മാക്സിമം ഹൈറ്റ്? വാട്ട് ഈസ് ദ ടൈം ടേക്കൺ ടു റീച്ച് മാക്സിമം ഹൈറ്റ്? അതിനെയാണ് അസെൻഡ് എന്ന് പറയാം. ടി അസെൻഡ്, അതായത് മേലോട്ട് പോകുന്നതിനെയാണല്ലോ അസെൻഡിങ് എന്ന് പറയാം. അപ്പൊ ടൈം അസെൻഡിങ് എത്രയാണ്? ഇതാണ് നമുക്ക് കാണേണ്ടത്. അത് കഴിഞ്ഞിട്ട് എന്ത് കാണണം? അവിടെ നിന്ന് തിരിച്ച് താഴേക്ക് വിടത്തും. അതാണ് ടൈം ഡിസെൻഡ് എത്രയാണ്. ടൈം അസെൻഡ് കാണണം, നമുക്ക് ടൈം ഡിസെൻഡ് കാണണം. ഇതിനൊരു ഫോർമുല കാണണം. ഇത് രണ്ടും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ടോട്ടൽ ടൈം ആയിരിക്കും, അതും കൂടി കാണണം. അതെന്താണ്? ടി ടോട്ടൽ. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഫോർമുലകൾ. 3 ഫോർമുലകളാണ് ഇത്. നമുക്ക് സിസ്റ്റമാറ്റിക് വേയിൽ ഡിറൈവ് ചെയ്തുണ്ടാക്കാം, എന്നിട്ട് ഷോർട്ട് കട്ടിലേക്ക് പോവാം. സിസ്റ്റമാറ്റിക് വേയിൽ ഡിറൈവ് ചെയ്തുണ്ടാക്കാൻ എന്താ വിഷമം? യു വെലോസിറ്റി അല്ലെ യു സ്പീഡിൽ മേലോട്ട് എറിയുന്നു. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി യു ഈസ് ഈക്വൽ ടു യു. ഇനീഷ്യൽ വെലോസിറ്റി യു തന്നെയാണ്. ഇതിങ്ങനെ പൊങ്ങി മോളിലെത്തിയാൽ വെലോസിറ്റി എന്തായി? പോകുന്തോറും വെലോസിറ്റി കുറഞ്ഞു വരില്ലേ? മോളിലെത്തുമ്പോ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0. ഫൈനൽ വെലോസിറ്റി 0. ആക്സിലറേഷൻ എന്താണ്? ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു -g. ഇത് മോഷൻ അണ്ടർ ഗ്രാവിറ്റി അല്ലേ? ഭൂഗുരുത്വാകർഷണത്തിന് എതിരെയല്ലേ പോകുന്നത്? അപ്പൊ അങ്ങോട്ടാണ് പോകുന്നത്. ഗ്രാവിറ്റി ഇങ്ങോട്ടാണ്, ആക്സിലറേഷൻ ഇങ്ങോട്ടാണ്. അതുകൊണ്ട് A ഈസ് ഈക്വൽ ടു -g. ശ്രദ്ധിക്കൂ, മേലോട്ടുള്ള മോഷൻ, അപ്വേർഡ് മോഷനിലെ ആക്സിലറേഷൻ എന്താണ്? -g ആണ്. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? ടൈം ഓഫ് അസെൻഡ് T ഈസ് ഈക്വൽ ടു വാട്ട്? ഇതാണ് നമുക്ക് കാണേണ്ടത്. നോക്കൂ, നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉണ്ടല്ലോ. ഇക്വേഷൻസ് ഓഫ് മോഷൻ ഏതൊക്കെയാണ്? V ഈസ് ഈക്വൽ ടു u പ്ലസ് at, S ഈസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at സ്ക്വയർ, v സ്ക്വയർ മൈനസ് u സ്ക്വയർ ഈസ് ഈക്വൽ ടു 2as. ഇതാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന 3 ഇക്വേഷൻ. ഇതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയ ഇക്വേഷൻ ഉപയോഗിക്കുക. നമുക്ക് അതേ കിടക്കുന്നത് വി യു ഒക്കെ വരുന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വി സീറോ ഈസ് ഈക്വൽ ടു യു മൈനസ് എക്ക് പകരം -g ടി. ടി ടൈം ഓഫ് അസെൻഡ് ആണ്. ഈ മൈനസ് ഇങ്ങോട്ട് എടുത്താലോ? -g T ascend is equal to u. Therefore, T ascend is equal to u by g. ഇവിടെ മൈനസ് ഉണ്ടാവില്ല, ഇത് ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ആയി പോയില്ലേ? u by g. Time of ascend is equal to u by g. സോ നമുക്ക് ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതാണ് നമ്മൾ കണ്ടുപിടിച്ചത്, u by g. ഫോർമുലയൊന്നും അപ്ലൈ ചെയ്യണ്ട, വളരെ സിമ്പിളായി നമ്മൾ ഇത് ഓർത്ത് വെച്ചാൽ മാത്രം മതി. ഒരു ബോള് മേലോട്ട് എറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പരമാവധി ഹൈറ്റിലെത്താനുള്ള ടൈം, അതിനെ പറയുന്ന പേരാണ് സാറേ ടൈം ഓഫ് അസെൻഡ്. കയറാനുള്ള സമയം അത് u by g ആയിരിക്കും. u by g എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 മീറ്റർ പെർ സെക്കൻഡിലാണ് എറിയുന്നതെങ്കിൽ 20 by g. 20 by g എന്ന് പറഞ്ഞ 10 അല്ലേ? 20 by 10 2 സെക്കൻഡ്.
30 മീറ്റർ പെർ സെക്കൻഡ് ആണ് വേഗതയിലാണ് എറിയുന്നതെങ്കിൽ 30/10. 40 മീറ്റർ പെർ സെക്കൻഡിലാണ് എറിയുന്നതെങ്കിൽ 40/10. 50 മീറ്റർ പെർ സെക്കൻഡിലാണ് എറിയുന്നതെങ്കിൽ 50/10. 5 സെക്കൻഡ് കൊണ്ട് മുകളിലെത്തും. ഒരു കല്ല് മേലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ എത്ര സെക്കൻഡ് കൊണ്ട് മുകളിലെത്തും എന്ന് പെട്ടെന്ന് പറയാൻ പറ്റണം. എങ്ങനെയാണ്? യു വേഗതയിൽ മേലോട്ട് എറിഞ്ഞാൽ u/g, യു വേഗതയിൽ മേലോട്ട് എറിഞ്ഞാൽ u/g. താഴോട്ട് വരാനുള്ള ടൈമും u/g തന്നെ ആയിരിക്കും. താഴോട്ട് വരാനുള്ള ടൈമും u/g തന്നെയാണ്. അതെന്താ? അത് ഇതേമാതിരി ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. ഇതേമാതിരി ഫോർമുല അപ്ലൈ ചെയ്താൽ നോക്കൂ, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ 0 ആയി ഇനീഷ്യൽ വെലോസിറ്റി. അപ്പൊ ഇങ്ങോട്ടുള്ള ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? 0. അതേ ആക്സിലറേഷൻ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങോട്ട് വേഗത കുറച്ച മാതിരി തന്നെയാണ് ഇങ്ങോട്ട് വേഗത കുറഞ്ഞു കൂടി വരുന്നത്. അപ്പൊ ഇവിടെ എത്തുമ്പോ അതിന്റെ വെലോസിറ്റി എന്ത് തന്നെയാണ്? u തന്നെ ആയിരിക്കും. അപ്പൊ ഇവിടെ ജസ്റ്റ് വ്യത്യാസം എന്തേ ഉണ്ടാവുള്ളൂ? ഇനീഷ്യൽ വെലോസിറ്റി 0 ആവും, ഫൈനൽ വെലോസിറ്റി u ആവും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു മാത്രമേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും ടി ഡിസെന്റും എന്ത് തന്നെ കിട്ടുക? u/g എന്ന് തന്നെയാണ് കിട്ടുക. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഒരു ബോള് മേലോട്ട് പോവാൻ എടുക്കുന്ന സമയം u/g, താഴോട്ട് വരാനുള്ള സമയവും u/g തന്നെയാണ്. കാരണം എന്താ? ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും തമ്മിൽ മാറുന്നു മാത്രം. അങ്ങോട്ട് പോകുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി u, ഫൈനൽ വെലോസിറ്റി 0. ഇങ്ങോട്ട് വരുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0, ഫൈനൽ വെലോസിറ്റി u. വിയും യുവും അങ്ങോട്ട് മാറിയോണ്ട് ടിക്ക് ഒരു വ്യത്യാസം ഉണ്ടാവില്ല, u/g തന്നെയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, എയർ റെസിസ്റ്റൻസ് നെഗ്ലക്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് u/g എന്ന് കിട്ടുക. എയർ റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വേറെ കണ്ടീഷനാണ്. അത് ജെഇക്കൊക്കെ പഠിക്കുന്ന ജെഇ എൻട്രൻസ് ഒക്കെ എഴുതുന്ന കുട്ടികൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എയർ റെസിസ്റ്റൻസ് നെഗ്ലക്റ്റ് ചെയ്യുമ്പോൾ അസെൻഡിങ് ടൈമും u/g, ഡിസെൻഡിങ് ടൈമും u/g. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ടൈം എന്തായിരിക്കും? u/g പ്ലസ് u/g 2u/g. ഇതാണ് നിങ്ങൾ ഓർക്കേണ്ട ഫോർമുല. അപ്പൊ ഒരു കല്ല് അല്ലെങ്കിൽ ഒരു ബോള് മേലോട്ട് എറിയുമ്പോ u/g, മേലോട്ട് പോകാനുള്ള സമയം u/g എന്ന് പറയുമ്പോൾ എന്ത് പറയണം? u/10, u/10 എന്ന് പറയണം. g എന്ന് പറഞ്ഞാൽ 10 ആണ്. അങ്ങനെ പറയുമ്പോഴേ എളുപ്പം. 40 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ എറിഞ്ഞാൽ 40/10, 4 സെക്കൻഡ് കൊണ്ട് മുകളിലെത്തും. 50 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ മേലോട്ട് എറിഞ്ഞാൽ 50/10, 5 സെക്കൻഡ് കൊണ്ട് മുകളിലെത്തും. 100 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ എറിഞ്ഞാൽ 100/10, 10 സെക്കൻഡ് കൊണ്ട് മാക്സിമം ഹൈറ്റിലെത്തും. എത്ര പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം? 100/10 കൊണ്ട് മുകളിലേക്കും 100/10 കൊണ്ട് താഴേക്കും. അപ്പൊ ടോട്ടൽ ടൈം എത്രയായിരിക്കും? 2u/g കാണാൻ ഒരു ഷോർട്ട് കട്ട് കൂടി ഉണ്ട്. എന്താണ്? t total is equal to u/5. എങ്ങനെയാണ്? 2u/g, g 10 ആണ്. 2u/g 2/10 വെട്ടിക്കഴിഞ്ഞാൽ എന്തായി? 2ഉം ജിയും കൂടി വെട്ടിക്കഴിഞ്ഞാൽ 10 ആയി, u/5. ഒരു ബോള് മേലോട്ട് പോകുന്ന വേഗതയെ 5 കൊണ്ട് ഹരിച്ചാൽ ടോട്ടൽ ടൈം കിട്ടും. ടോട്ടൽ ടൈം കേട്ടോ. ടൈം ഓഫ് അസെന്റും 10 കൊണ്ട് ഹരിച്ചാൽ അസെന്റ് മാത്രം കിട്ടും, 10 കൊണ്ട് ഹരിച്ചാൽ ഡിസെന്റ് മാത്രം കിട്ടും, 5 കൊണ്ട് ഹരിച്ചാൽ ടോട്ടൽ ടൈം കിട്ടും. 2u/g. നോക്കൂ, ഇവിടുന്ന് വേറൊരു ഷോർട്ട് ട്രിക്കും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഷോർട്ട് ട്രിക്ക് നമ്പർ 2. ഓർത്തോളൂ, നേരെ മേപ്പെട്ട് പോവുകയാണെങ്കിൽ പോയി വരാനുള്ള സമയമാണ് 2u/g. അല്ല, നേരെ മേലോട്ടല്ലെങ്കിലോ സാർ? നേരെ മേലോട്ടല്ല, ഒരല്പം ചെരിഞ്ഞിട്ടാണെങ്കിലോ? ഇതാ ഇങ്ങനെ ആയിരിക്കുമല്ലോ. ഇങ്ങനെ ചെരിഞ്ഞിട്ട് തീറ്റ ആംഗിളിൽ ചെരിഞ്ഞിട്ടാണെങ്കിൽ അതിനെ പ്രൊജക്ടൈൽ മോഷൻ എന്നാ പറയാം. പ്രൊജക്ടൈൽ മോഷൻ ഈ ടൈമിന് എന്താ പറയാ? ടോട്ടൽ ടൈമിന് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്നാണ് പറയാ. ടൈം ഓഫ് ഫ്ലൈറ്റ്.
ഓ അത് ശരി. അപ്പൊ യു എന്ന് പറഞ്ഞ വെലോസിറ്റി യു അല്ല, അതിന്റെ ഒരു കമ്പോണന്റ് ഉള്ള വെർട്ടിക്കല് യു സൈൻ തീറ്റ ഇങ്ങോട്ടുള്ള കണ്ടേ. യു വെലോസിറ്റി ഇങ്ങോട്ടാണെങ്കിൽ യു സൈൻ തീറ്റ ഇങ്ങോട്ടും യു കോസ് തീറ്റ ഇങ്ങോട്ടും. അപ്പൊ വെർട്ടിക്കൽ വെലോസിറ്റി എന്തായി? യു സൈൻ തീറ്റ ആയി. പ്രൊജക്ടൈൽ മോഷൻ എടുത്തു കഴിഞ്ഞാൽ യുവിന് പകരം എന്ത് ചേർത്താൽ മതി? യു സൈൻ തീറ്റ എന്ന് ചേർത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ടി ടോട്ടൽ ഈസ് ഈക്വൽ ടു 2u സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി. ഈ ഫോർമുല ഓർമ്മ വരുന്നുണ്ടോ? ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഫോർമുലയാണ്. പ്രൊജക്ടൈൽ മോഷനില് ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഫോർമുല നിങ്ങൾ അത് പഠിക്കണ്ട. ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഫോർമുല നിങ്ങൾ ഓർക്കണ്ട. അനാവശ്യമായിട്ട് എന്തിനാ മെമ്മറി കളയണേ? സാർ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി, യു ബൈ ജി മേപ്പെട്ട് യു ബൈ ജി കീഴ്പ്പെട്ട്. അപ്പൊ ടോട്ടൽ 2u ബൈ ജി. ചെരിഞ്ഞിട്ട് പോവുകയാണെങ്കിലോ 2u സൈൻ തീറ്റ ബൈ ജി. യുവിന് പകരം എന്ത് ചേർക്കണം? യു സൈൻ തീറ്റ എന്നാക്കണം. അതാണ് അതിന്റെ ഷോർട്ട് ട്രിക്ക്. സോ ഈ ഫോർമുല പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊജക്ടൈൽ മോഷന്റെ ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഫോർമുലയും പഠിക്കാൻ പറ്റും, ഓർത്തിരിക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് പ്രാക്ടീസ് ചെയ്യൂ. വളരെ പെട്ടെന്ന് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം? വളരെ പെട്ടെന്ന് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം? സർ 50 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ ഒരു കല്ല് മേലോട്ടം എറിയാണ്. എത്ര സെക്കൻഡ് കഴിഞ്ഞാൽ അത് താഴെ എത്തും? 50/5 10 സെക്കൻഡ്. 50/5 കാരണം 50/10 മുകളിലെത്തും, 50/10 കൊണ്ട് താഴെ എത്തും. അപ്പൊ 50/5 കൊണ്ട് നേരെ ചിത്രം മനസ്സിൽ ഇങ്ങനെയാണ്. ഇങ്ങനെ വന്ന് ഇവിടെ എത്താൻ 50/5. 60 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിലോ 60/5 12. 70 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിലാണ് മേപ്പോട്ട് പോകണമെങ്കിലോ 70/5 14. 75 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിലോ 75 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ 75/5 15 സെക്കൻഡ്. ഫടാഫട്ട് ചോദ്യവും ഉത്തരവും തമ്മിലുള്ള അകലം തീർന്നില്ലേ? വളരെ പെട്ടെന്ന്, വളരെ പെട്ടെന്ന്. ഇനി എന്താണ് ഇവിടെ? ഇവിടെ നോക്കൂ, ടൈം നമ്മൾ ചെയ്തു തീർത്തു. ഇനി ഇവിടെ വേണ്ട പ്രധാനപ്പെട്ട കാര്യം, മേപ്പോട്ടുള്ള മോഷനിൽ അസെൻഡിങ് മോഷനില് പരമാവധി എത്ര ഹൈറ്റിലെത്തും എന്നാണ്. രണ്ടാമത്തെ നമുക്ക് എന്താണ്? മാക്സിമം ഹൈറ്റ്. ഒരു ബോള് മേലോട്ട് പ്രൊജക്ട് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ മാക്സിമം എത്ര ഹൈറ്റിലെത്തും എന്നാണ് നമുക്ക് കാണേണ്ടത്. മാക്സിമം ഹൈറ്റ് കാണാൻ വീണ്ടും ഈ തന്നിരിക്കുന്ന സാധനമൊക്കെ തന്നെയാണ്. ഇതേമാതിരി എല്ലാ യു ഈസിക്കൽ ടു യു, വി ഈസിക്കൽ ടു 0, എ ഈസിക്കൽ ടു -g. നമുക്ക് സ്യൂട്ടബിൾ ആയ ഒരു ഇക്വേഷൻ എഴുതാം. എന്താണ്? വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു 2as എന്നാണല്ലോ. യെസ്, ഡിസ്പ്ലേസ്മെന്റിനാണ് ഇപ്പൊ ഇവിടെ നമ്മൾ എന്ത് പറയുന്നത്? ഹൈറ്റ് എന്ന് പറയുന്നത്. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു 2as എന്നുള്ള ഫോർമുലയിൽ 2ah വേണമെങ്കിൽ നമുക്ക് ബ്രാക്കറ്റിൽ ഒന്ന് എഴുതാം. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു 2as. ഇതാണ് ഫോർമുല. ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. മേപ്പോട്ട് പോകുമ്പോൾ വി സ്ക്വയർ 0 ആയില്ലേ? അപ്പൊ 0 മൈനസ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു -2g. ഇവിടെ മൈനസ് അല്ലേ? h -2g. എങ്ങനെയാണ് ജി മൈനസ് ആവുന്നത്? ഇവിടെ നമ്മൾ സൈൻ കൺവെൻഷൻ എടുത്തിരിക്കുകയാണ്. മേലോട്ടുള്ളതൊക്കെ പോസിറ്റീവ് ആണ്. അപ്പൊ താഴോട്ടുള്ളതൊക്കെ എന്തായിരിക്കും? നെഗറ്റീവ് ആണ്. സാർ മേലോട്ടുള്ള വെലോസിറ്റി യു നമ്മൾ പോസിറ്റീവ് എടുത്തത്. ഈ നെഗറ്റീവ് ഫോർമുലയിലെ നെഗറ്റീവ് ആണ് കേട്ടോ. യു പോസിറ്റീവ് എടുത്തു. അപ്പൊ ജി കീഴ്പോട്ട് ജി എന്തെടുക്കണം? നെഗറ്റീവ് എടുക്കണം. സോ ഇതിൽ നിന്ന് എച്ച് മൈനസ് വെട്ടിപ്പോയി. സോ എച്ച് ഈസ് ഈക്വൽ ടു ഈ 2g ഇങ്ങോട്ട് കൊണ്ടുവരിക. യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2g. h max is equal to x max എന്ന് എഴുതിക്കോളൂ. പരമാവധി ഉയരം എത്ര ഉയരം വരെ എത്തും എന്നുള്ളത് u സ്ക്വയർ ബൈ 2g. 2u by g ടൈം u സ്ക്വയർ ബൈ 2g ഹൈറ്റ് മാക്സിമം ഹൈറ്റ് is equal to u സ്ക്വയർ ബൈ 2g. u സ്ക്വയർ ബൈ 2g നെ ഒന്നും കൂടി ഫോർമുല അടിപൊളിയാക്കാം. എന്താണ് എങ്ങനെ ഇത് ആക്കുക? u സ്ക്വയർ ബൈ 2g നെ നമുക്ക് u into u by
20 എന്നാണ്. 2 എന്ന് പറഞ്ഞാൽ 2, g എന്ന് പറഞ്ഞാൽ 10, 2 into g എന്ന് പറഞ്ഞാൽ 10 into 2 20. അപ്പൊ u into u by 20, u into u by 20 എന്നാക്കാം. എന്തിനാ അങ്ങനെ ആക്കുന്നത്? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കാണാം. നോക്കൂ, 20 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ ഒരു കല്ല് മേലോട്ട് അങ്ങോട്ട് എറിഞ്ഞു. ക്വസ്റ്റ്യൻ 20 മീറ്റർ പെർ സെക്കൻഡ്, അതാണ് u. അപ്പൊ h ഈസ് ഈക്വൽ ടു വാട്ട്? h ഈസ് ഈക്വൽ ടു u into u by 20, u into u by 20 ഈസ് ഈക്വൽ ടു 20 into 20 by 20. 20 by 20 എന്താണ്? 1 ഈസ് ഈക്വൽ ടു 20 മീറ്റർ. വേറെ നിർത്തോളൂ. u ഈസ് ഈക്വൽ ടു, അടുത്ത ക്വസ്റ്റ്യൻ, 60 മീറ്റർ പെർ സെക്കൻഡ്. h ഈസ് ഈക്വൽ ടു വാട്ട്? ഇതാണ് ചോദ്യം. h ഈസ് ഈക്വൽ ടു u into u by 20 ഈസ് ഈക്വൽ ടു 60 into 60 by 20. 60 by 20 എന്ന് പറഞ്ഞാൽ 3, 3 6 18 ഈസ് ഈക്വൽ ടു 180 മീറ്റർ. നോക്കൂ, ഒരു ബോള് മേലേക്ക് എറിയുന്ന വേഗത മാത്രം തന്നാൽ മതി. വേഗത മാത്രം തന്നാൽ മുകളിലെത്താനുള്ള ടൈം u by g, താഴെ എത്താനുള്ള ടൈം u by g, ടോട്ടൽ ടൈം 2u by g. എത്ര ഹൈറ്റ് വരെ പോകും? u സ്ക്വയർ ബൈ 2g, u സ്ക്വയർ ബൈ 2g. u സ്ക്വയർ ബൈ 2g നെ ഓർക്കാൻ വേണ്ടിയിട്ട് u into u by 20, u into u by 20. പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ u into u by 20. സോ ഇതാണ് ടൈം ഓഫ് അസെൻറ്റും ടൈം ഓഫ് ഡിസെൻറ്റും മാക്സിമം ഹൈറ്റും. ഫോർമുലകൾ ഒന്നുകൂടി നമ്മൾ എഴുതണം. എന്താണ് ഫോർമുല എഴുതേണ്ടത്? ടി അസെൻറ്റ് ഈസ് ഈക്വൽ ടു u by g. അതിനെങ്ങനെ കാണാം? u by 10. ടോട്ടൽ ടൈം t total is equal to 2u by g is equal to u by 5. h maximum height is equal to u square by 2g. u square by 2g നെ സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാ? u into u by 20. നോക്കൂ, ഈ ഫോർമുലകളെ കൃത്യമായി പഠിച്ചു വെച്ചാൽ പെട്ടെന്ന് അപ്ലൈ ചെയ്യാം. ഇതെങ്ങനെ അപ്ലൈ ചെയ്യാം? നോക്കൂ, ഇത് അപ്ലൈ ചെയ്യണ എങ്ങനെ? 60 മീറ്റർ പെർ സെക്കൻഡ് ആയില്ലേ? 60 into 60 by 20. 80 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ മേലോട്ട് എറിഞ്ഞു. എത്ര പേരെത്തും? 80 into 80. 80 by 20 എന്ന് പറയുമ്പോൾ പെട്ടെന്ന് 4 എന്ന് ഉത്തരം കിട്ടില്ലേ? 100 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ എറിഞ്ഞു. 100 into 100 by 20. 100 by 20 എന്ന് പറഞ്ഞാൽ 5. 5 into 100 500 മീറ്റർ. മനക്കണക്കായി പോയി. മനക്കണക്ക് ചെയ്യും പോലെ വളരെ പെട്ടെന്ന് ചെയ്യാം. ഇതാണ് വെർട്ടിക്കൽ മോഷന്റെ ഏറ്റവും സിമ്പിൾ സ്റ്റെപ്പ്. വെർട്ടിക്കൽ മോഷന്റെ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സ്റ്റെപ്പിലേക്ക് നമുക്ക് പോവാം. ഒരിക്കൽ കൂടി ഞാൻ ഇതൊന്നുകൂടി റിവൈസ് ചെയ്യുന്നു. എന്താണ്? ഒരു ബോള് മേലോട്ടെറിഞ്ഞാൽ എറിയുന്ന വേഗത തരും u. അത് മാത്രം തന്നാൽ മതി, വേറെ ഒന്നും വേണ്ട. g നമുക്കറിയാം 10. അങ്ങനെയാണെങ്കിൽ മേലോട്ട് പോവാൻ u by g, താഴോട്ട് വരാൻ u by g, ആകെ സമയം 2u by g, പരമാവധി ഉയരം u സ്ക്വയർ ബൈ 2g. പരമാവധി ഉയരം u സ്ക്വയർ ബൈ 2g. പരമാവധി ഉയരം u സ്ക്വയർ ബൈ 2g. ഈ u സ്ക്വയർ ബൈ 2g യിൽ നിന്ന് മാക്സിമം ഹൈറ്റിന്റെ പ്രൊജക്ടൈൽ മോഷന്റെ മാക്സിമം ഹൈറ്റിന്റെ ഫോർമുല ഉണ്ടാക്കാം. ഇതെപ്പോഴാ പ്രൊജക്ടൈൽ ആവുക? ഈ u എന്ന് പറയുന്നത് u സൈൻ തീറ്റ എന്നാവുമ്പോഴാണ് പ്രൊജക്ടൈൽ ആവുക. അപ്പൊ ഈ യുവിന് പകരം u സൈൻ തീറ്റ ചേർത്താൽ h ഈസ് ഈക്വൽ ടു u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g. പ്രൊജക്ടൈൽ മോഷനിലെ ഫോർമുല നിങ്ങൾ പഠിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ടൈം ഓഫ് ഫ്ലൈറ്റിനുള്ള ഫോർമുല നമ്മൾ ഇവിടെ നിന്ന് ഉണ്ടാക്കി. മാക്സിമം ഹൈറ്റ് എച്ച് മാക്സ് എന്ന് വിളിക്കാം. എക്സ് മാക്സ് നമ്മൾ കണ്ടുപിടിച്ചു. ടൈം ഓഫ് ഫ്ലൈറ്റും ഹൊറിസോണ്ടൽ വെലോസിറ്റി ഉണ്ടെങ്കിൽ പിന്നെ റേഞ്ചിന്റെ ഫോർമുല നമുക്ക് ഗുണിച്ചിട്ടുണ്ടാക്കാം. ഇതാണ് ഫിസിക്സ്. എല്ലാം നമുക്ക് കണക്ട് ചെയ്യാം, ഒന്നൊന്നുമായി കണക്ട് ചെയ്യാം. കാണാപ്പാഠം പഠിക്കേണ്ട കാര്യമില്ല. ഫിസിക്സ് പഠിക്കുക, ഓർക്കുകയല്ല മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഓർക്കുകയല്ല വേണ്ടത്, മനസ്സിലാക്കിയാൽ പിന്നെ നമുക്ക് ഇതൊക്കെ കൃത്യമായിട്ട് ഓർക്കാം. ഇതിന്റെ അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോവാം. നോക്കൂ, വേറൊരു പ്രോബ്ലത്തിലേക്ക് പോവാണ് നമ്മൾ. നോക്കൂ, ഒരു ബിൽഡിംഗ് ആണിത്.
ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ടേ. എന്താണ് ഹൈറ്റ്? 25 മീറ്റർ. ഈ 25 മീറ്ററുള്ള ഒരു കുഞ്ഞു ബിൽഡിങ്. ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് നമ്മളൊരു ബോള് മേലേക്ക് എറിഞ്ഞു. മേലോട്ടാണ് എറിയുന്നത്. 20 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ നമ്മൾ എറിഞ്ഞു. 20 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ 25 മീറ്റർ ഉള്ള ഒരു ബിൽഡിങ്ങിൽ നിന്ന് ഒരു ബോൾ എറിഞ്ഞു. അത് പോയി 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 മാക്സിമം ഹൈറ്റിലെത്തി. അതൊക്കെ ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയാം. ഞങ്ങളുടെ അടുത്ത് ഫോർമുല ഉണ്ട്. അതിനുള്ള ടൈമും ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയാം. പിന്നെ അതങ്ങനെ താഴേക്ക് വന്ന് താഴേക്ക് വന്ന് താഴേക്ക് വന്ന് ഇതുവരെ എത്തുന്ന സമയവും ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയാം. ഇങ്ങനെ പോയി ടൈം ഓഫ് ഡീസന്റ്. അല്ലയോ, ഇതുവരെയല്ല, അത് താഴേക്ക് പിന്നെ പോരുകയാണ്. ഗ്രൗണ്ടിലെത്താനുള്ള ടൈം, ഇവിടെ നിന്ന് ഗ്രൗണ്ടിലെത്താനുള്ള ടൈം നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് ഇതിന്റെ ഒരു കോംപ്ലിക്കേഷൻ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോക്കൂ. യു തന്നിട്ടുണ്ട്. U/G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടാൽ തന്നെ അറിയാം 20/10. 20/10 എന്ന് പറഞ്ഞാൽ 2 സെക്കൻഡ് കൊണ്ട് ഇവിടെ എത്തും. പിന്നെ 2 സെക്കൻഡ് കൊണ്ട് ഇവിടെ എത്തും. പിന്നെ ഇവിടെ നിന്നുള്ള ഈ ടൈം എത്ര ഉണ്ടാവും എന്നുള്ളതാണ്. ഈ പ്രോബ്ലത്തിനെ 2 തരത്തിൽ നമുക്ക് ചെയ്യാം. എങ്ങനെയാണെന്നറിയോ? ഈ പ്രോബ്ലത്തിന് ഒരു ഒറ്റ കേസായിട്ട് ഈ യാത്ര മുഴുവൻ ഒന്നായിട്ട് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഈ യാത്രയെ 1, 2, 3 കഷ്ണാക്കിയിട്ട് ചെയ്യാം. 3 കഷ്ണാക്കിയിട്ട് ചെയ്യാനാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. എങ്ങനെ? U/G 20/10. 2 സെക്കൻഡ് ഇവിടെ, വീണ്ടും U/G ഇങ്ങോട്ട് 2 സെക്കൻഡ് കൊണ്ട് ഇവിടെ, പിന്നെ ഈ മൂന്നാമത്തെയും കൂടി കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ പറയും, വേണ്ട സാർ, എന്തിനാ സാർ ഈ 3 കഷ്ണമൊക്കെ ആക്കണേ? നമുക്കൊരു ഒറ്റ കഷ്ണാക്കിയിട്ട് കണ്ടുപിടിച്ചൂടെ? ഇതാ ഒന്നിച്ചങ്ങോട്ട് കണ്ടുപിടിച്ചൂടെ? കണ്ടുപിടിക്കാം, ഒരു പ്രശ്നമില്ല. ടൈമാണ് നമുക്ക് കാണേണ്ടത്. ഫൈൻഡ് ദ ടൈം ടു റീച്ച് ദ ഗ്രൗണ്ട്. ഫൈൻഡ് the time taken by the ball to reach the ground. ഞാൻ ക്വസ്റ്റ്യന്റെ ഒറിജിനൽ രൂപത്തിലൊന്നും എഴുതുന്നില്ല. എന്താണ് എഴുതിക്കുന്നത്? U = 20 മീറ്റർ പെർ സെക്കൻഡ്. H of building, height of building is equal to 25 meter. G is equal to 10 meter per second square തന്നിട്ടുണ്ട്. നമുക്ക് ഒരു ഇക്വേഷൻ ഓഫ് മോഷൻ എടുക്കാം. S is equal to ut plus half at square. ഇതെടുക്കാം. S is equal to ut plus half at square എടുക്കാം. നമുക്ക് ടി ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. കാരണം ഇതിൽ ഫൈനൽ വെലോസിറ്റി ഇതിങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇവിടെ എത്തുമ്പോൾ ഇവിടെ എത്തുന്ന ഫൈനൽ വെലോസിറ്റി ഒന്നും നമുക്കറിയില്ല. ഫൈനൽ വെലോസിറ്റി അറിയാത്തടത്തോളം ഈ ഉള്ള ഒരു ഫോർമുലയും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ആദ്യത്തെയും പറ്റില്ല, ആ മൂന്നാമത്തെയും പറ്റില്ല. ഇതൊന്ന് നോക്കാം. യെസ്, ഈ ബോള് ഇങ്ങനെ പോയി 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 ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ്, ഇവിടെ നിൽക്കുന്ന ആൾ ഇവിടെ എത്തുന്നു, ഇവിടെ നിൽക്കുന്ന ആൾ ഇവിടെ എത്തുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 25 മീറ്റർ. ശ്രദ്ധിക്കണേ, ഡിസ്റ്റൻസ് അല്ല കേട്ടോ, ഡിസ്റ്റൻസ് അല്ല, ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ നിന്നിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് 25 മൈനസ് 25. അതെന്താ -25? ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മേപ്പോട്ടുള്ളതൊക്കെ പോസിറ്റീവ്, കീഴ്പോട്ട് കണ്ടോ, ഇവിടെയാണ് ഇനീഷ്യൽ പോയിന്റ്, ഇവിടുന്ന് കീഴ്പോട്ടാണ്. കീഴ്പോട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്തെടുക്കണം? മൈനസ് എടുക്കാം. മൈനസ് യു മേലോട്ടാണ് 20t. ടി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ, ടൈമാണ് നമുക്ക് കണ്ടുപിടിക്കുക. യു മേപ്പോട്ടാണ്, മേപ്പോട്ടാവുമ്പോൾ 20t മൈനസ് ഹാഫ്, മൈനസ് എടുക്കുകയാണ്. ജി മൈനസ് ആണല്ലോ, ജി കീഴ്പോട്ടാണല്ലോ. യു മേപ്പോട്ട് പോസിറ്റീവ് എടുത്തു, അപ്പൊ ജി കീഴ്പോട്ട് എന്തെടുക്കണം? മൈനസ് എടുക്കണം. അതാണ് ഈ മൈനസ്. g(t²). ജി എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് 10 അല്ലേ? 10. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 2 10 വെട്ടിക്കഴിഞ്ഞാൽ 5, 2 10 വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 5 വരും. അപ്പൊ 5, 20, 25, 5, 20, 25. ത്രൂ ഔട്ട് നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ത്രൂ ഔട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ -5 ഈസ് ഈക്വൽ ടു 4t. 20/5 എത്ര? 4 മൈനസ് t². ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എല്ലാം അങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ t² ഇങ്ങോട്ട് പറഞ്ഞ t² മൈനസ് 4t മൈനസ് 5 ഈസ് ഈക്വൽ ടു 0. ഇതാണ് ഇതിന്റെ കുഴപ്പം. ഇങ്ങനെ ഒരു ഒറ്റ കേസായിട്ട് എടുക്കുമ്പോൾ
തീർച്ചയായിട്ടും ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് വരും. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് വരാൻ എന്താ കാരണം? യു ടി ടേം ഉണ്ടാവും, ഹാഫ് എ ടി സ്ക്വയർ ടേം ഉണ്ടാവും. യു ടി വരും, ഹാഫ് എ ടി സ്ക്വയർ വരും, ടി ടേമും വരും, ടി സ്ക്വയർ ടേമും വരും. ഈ യു 0 ആണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടേനെ. യു 0 ആണെങ്കിൽ യു ടി അങ്ങോട്ട് പോയി, അപ്പോൾ ഒരു ടി സ്ക്വയർ ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതില് യു ടി ടേമും വരും, എ ടി സ്ക്വയർ ടേമും വരും. ഇതിനെ നമുക്ക് സോൾവ് ചെയ്യുകയൊക്കെ ചെയ്യാം. സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ തീരെ സോൾവ് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവിടെ നമുക്ക് ടൈം പോകും. ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാം? ഇതിനെ നോക്കൂ, ടി സ്ക്വയർ പ്ലസ് -4നെ എ പ്ലസ് ബി എന്ന ഫോമിൽ എഴുതുക. എ പ്ലസ് ബി എന്നുള്ള ഫോമിൽ എഴുതുക. -5 + 1 ഇൻറ്റു ടി പ്ലസ് 5നെ എ ബി എന്ന ഫോർമുല എഴുതാം. എ ബി എന്ന ഫോർമുല എഴുതുമ്പോൾ എന്താ? -5 × 1 = 0. ഇത് ഞാൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന ഒരു മെത്തേഡ് പറയാണ്. അതായത് ഇവിടെ വരുന്നതിന് ടി ടേമിനെ എ പ്ലസ് ബി എന്ന ഒരു 2 സംഖ്യകളുടെ സമ്മായിട്ട് എഴുതുക. ഇവിടെ വരുന്നതിന് 2 എണ്ണത്തിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതുക. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, 10ാം ക്ലാസ്സിലൊക്കെ വളരെ വിശദമായി പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ സൈന് മാറ്റിയെടുക്കുക. ടി = ഒന്നുകിൽ 5 സെക്കൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ ടി = -1 സെക്കൻഡ് ആയിരിക്കും. നോക്കൂ, ഇവിടെ വന്ന 2 സൊല്യൂഷൻ -5 1 ആണ്. അതിന്റെ സൈന് തിരിച്ചെടുക്കുക. തിരിച്ചെടുത്തു കഴിഞ്ഞാൽ 5 സെക്കൻഡ്, ഇവിടെ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ 1നെ തിരിച്ചെടുക്കുക, -1 സെക്കൻഡ്. ടൈം -1 സെക്കൻഡ് ഒരിക്കലും പറ്റില്ല, കാരണം മൈനസ് പറ്റില്ല. അപ്പൊ ഇതാണ് ടൈം = 5 സെക്കൻഡ്. ഇതാണ് ഉത്തരം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇങ്ങനെ സോൾവ് ചെയ്യാം, പക്ഷേ ഇത് അത്ര എളുപ്പമല്ല. ഇതിപ്പോ ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എല്ലായിടത്തും അത്ര എളുപ്പമല്ല. ഇനി ഇതല്ലാതെ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്താണ്? നമ്മൾ ചെയ്യുന്ന മെത്തേഡ് നോക്കൂ. ഇവിടെ എന്ത് ചെയ്യണമെന്ന് അറിയോ? നോക്കൂ, ഇങ്ങോട്ടുള്ളത് u/g, ഇങ്ങോട്ടുള്ളത് u/g, ഇങ്ങോട്ടുള്ളത് ഇതാണ് പ്രശ്നം. ഇത് പ്രശ്നം എടുക്കുമ്പോഴാണ് ഈ കുഴപ്പം വരുന്നത്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടെ ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്, ഇവിടെ ഒരു ഫൈനൽ വെലോസിറ്റി. ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്, ഫൈനൽ വെലോസിറ്റി ഉണ്ട്. ഇനീഷ്യലും ഉണ്ട്, ഫൈനലും ഉണ്ട്. ഇനീഷ്യലും ഫൈനലും വരുമ്പോഴാണ് ഇത് കോംപ്ലിക്കേഷൻ ആവുന്നത്. പക്ഷെ അതിനൊരു ഗുണമുണ്ട്. വേറൊരു കാര്യം ചെയ്താൽ മതി. ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കുന്ന പകരം ഇവിടുന്ന് മുഴുവൻ നേരെ ഇങ്ങോട്ട് എടുത്താൽ മതി. ഇവിടുന്ന് നേരെ മുഴുവൻ ഇങ്ങോട്ട് എടുക്കുക. അതായത് ഇങ്ങോട്ടുള്ള ടൈം u/g, പിന്നെ ഇത് ഒന്നാകെ ഇങ്ങോട്ട് എടുക്കുക. ഒന്നാകെ എടുത്താൽ എന്താ ഗുണം എന്നറിയോ? ഒന്നാകെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. എ ബി സി എടുത്തു കഴിഞ്ഞാൽ എ മുതൽ ബി വരെയുള്ള ടൈം u/g, അത് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ബി മുതൽ സി വരെയുള്ള ദൂരം നമുക്ക് വളരെ കണ്ടുപിടിക്കാം. അത് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അത് എങ്ങനെ കണ്ടുപിടിക്കാന്ന് അറിയോ? നോക്കൂ, S = ut plus half at സ്ക്വയർ എന്ന ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ എസ് ടോട്ടൽ ഹൈറ്റ് അറിയുമെങ്കിൽ എസ് = അതിന് നമുക്ക് പകരം h = ut 0 ആയി പോവും, ഹാഫ് gt സ്ക്വയർ എന്നാവും. h = ഹാഫ് gt സ്ക്വയർ എന്നാവും. എങ്ങനെ? ഇനീഷ്യൽ വെലോസിറ്റി 0 ആണെങ്കിൽ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ പ്രശ്നം അങ്ങോട്ട് ഒഴിവായി പോകും. പക്ഷെ ഒരു കുഴപ്പം സാർ ഇതാണ്, h എന്ന് പറയുന്നത് ടോട്ടൽ ഹൈറ്റ് ആണ്. അതിൽ ഇത് 25 ആണ്. ഈ ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കാലോ. ഈ ഹൈറ്റ് കാണാൻ നമ്മുടെ അടുത്ത് എന്താ ഫോർമുല ഉള്ളത്? ഇവിടെ നമ്മുടെ u²/2g. ഇതാ h max കണ്ടുപിടിക്കാൻ എന്താണ്? u²/2g. ഈ ഹൈറ്റ് എന്താണ്? ഈ h ഈ hന് പകരം നമുക്ക് 25 ഇത് എത്രയാണ്? u²/2g. u²/2g എന്താണ്? u20 × 20/20. 20 വെട്ടിപ്പോയി. ദിസ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടുക? ദിസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ജി ഇൻറ്റു ടി സ്ക്വയർ. 20 + 25 45,
45 is equal to half into 10 into t square. ഹാഫ് ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 5 അല്ലേ? ഇത് വെട്ടിക്കഴിഞ്ഞാൽ 5 കിട്ടി. സോ 5 ഇങ്ങോട്ട് കൊണ്ടുകഴിഞ്ഞാൽ 45/5 എത്രയും 9 ഈസ് ഈക്വൽ ടു ടി സ്ക്വയർ. Therefore t is equal to 3 second. t is equal to 3 second. ഇവിടെ നിങ്ങോട്ട് എത്താനുള്ള സമയം എത്രയാണ്? 3 സെക്കൻഡ്. ഇവിടെ നിങ്ങോട്ട് എത്താനുള്ള സമയം എത്രയാണ്? 2 സെക്കൻഡ്. 2 സെക്കൻഡ് 3 സെക്കൻഡ്. 2 സെക്കൻഡ് 3 സെക്കൻഡ്. Therefore total time t ascent plus t descent, total descent is equal to 2 plus 3 is equal to 5 seconds. 5 seconds. So വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇത്തരം ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ വീണ്ടും ഞാൻ പറയാണ്, ഈ ക്വാഡ്രാറ്റിക് ഒഴിവാക്കാൻ, ക്വാഡ്രാറ്റിക് പ്രോബ്ലം ഒഴിവാക്കാൻ നിങ്ങൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക? അസെന്റിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കുക. അപ്പൊ ഈ ഡിസെന്റിന്റെ ഹൈറ്റും ആയില്ലേ? ഈ ഡിസെന്റിന്റെ ഹൈറ്റിന്റെ കൂടെ ഈ ഹൈറ്റ് കൂട്ടുക. ഇതാണ് ടോട്ടൽ ഹൈറ്റ്. അപ്പൊ ഇതിനെ ഒന്നിച്ച് കാണുക. ഇതിനെ ഒന്നിച്ചെടുക്കുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0 ആവും. ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആവും. ഇനീഷ്യൽ വെലോസിറ്റി 0 ആവുമ്പോൾ h is equal to half gt square എന്ന് പറഞ്ഞ ഫോർമുല കിട്ടും. h is equal to half gt square. മാത്രമല്ല ഇവിടെ താഴെ എത്തുമ്പോഴുള്ള വെലോസിറ്റി നമുക്ക് കാണണം. അതും നമുക്ക് കാണണം. നമുക്ക് രണ്ട് കാര്യങ്ങളാണ് കാണേണ്ടത്. താഴെ എത്തുമ്പോൾ വെലോസിറ്റി എന്തായിരിക്കും? താഴെ ഇവിടെ നോക്കൂ, താഴെ എത്താനുള്ള സമയം ഒരു h if a ball is falling from h height, if a ball is falling from h height, h ഹൈറ്റിൽ നിന്ന് താഴെ വീഴുമ്പോൾ രണ്ട് കാര്യമാണ് നമ്മളോട് ചോദിക്കുക. h ഹൈറ്റിൽ നിന്ന് താഴെ വീഴുമ്പോൾ താഴെ എത്താൻ എത്ര സമയമെടുക്കും? താഴെ എത്താൻ എത്ര സമയമെടുക്കും? താഴെ എത്തുമ്പോൾ അതിന്റെ വേഗത എന്തായിരിക്കും? അടുത്ത രണ്ട് ഷോർട്ട് കട്ട് ഫോർമുലകൾ അതാണ്. താഴെ എത്താൻ സമയം എത്ര എടുക്കും? താഴെ എത്തുമ്പോൾ അതിന്റെ വേഗത എന്തായിരിക്കും? നോക്കൂ, ഇവിടെ നിന്ന് താഴെ വീഴുമ്പോൾ h ഹൈറ്റിൽ നിന്ന് വീഴാണ്. സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആണ്. സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്ന് പറഞ്ഞാൽ u is equal to 0 ആണ്. u is equal to 0 ആണെങ്കിൽ h is equal to half gt square ആയിരിക്കും. h is equal to half gt square. റെസ്റ്റിൽ നിന്ന് വീഴുന്ന ഒരു വസ്തുവിന് h is equal to half gt square. t square is equal to 2h divided by g. Therefore t is equal to 2h by g root. താഴെ എത്താനുള്ള സമയം എത്രയാണ്? റൂട്ട് ഓഫ് 2h by g ആണ്. h ഹൈറ്റ് ഉള്ള ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഒരു പന്ത് താഴേക്ക് വീണാൽ, എറിയരുത് കേട്ടോ, വീണാൽ അത് താഴെ എത്താനുള്ള സമയം എത്രയാണ്? 2h by g. 2h by g നെ ഒന്നും കൂടി നല്ല സ്റ്റൈലാക്കി എഴുതിക്കൂടെ? എന്താണ്? ഹൈറ്റിനെ 5 കൊണ്ട് ഹരിച്ച് 2/g എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 2 വെട്ടിക്കഴിഞ്ഞാൽ 5 ആയില്ലേ? എച്ചിനെ 5 കൊണ്ട് ഹരിച്ച് റൂട്ട് കാണുക. എച്ചിനെ 5 കൊണ്ട് ഹരിച്ച് റൂട്ട് കാണുക. ഞാൻ ഇങ്ങനെ വേഗം പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. വീണ്ടും ഞാൻ ഒന്ന് ചുരുക്കി പറയാം. h ഹൈറ്റിൽ നിന്ന് ഒരു ബോൾ താഴേക്ക് വീഴുകയാണ്. h ഹൈറ്റിൽ നിന്ന് ഒരു ബോൾ താഴേക്ക് വീഴുമ്പോ 45 മീറ്റർ ഉയരത്തിൽ നിന്ന് ഒരു ബോൾ താഴേക്ക് വീഴുമ്പോ എത്ര സെക്കൻഡ് കൊണ്ട് താഴെ എത്തും? 45 ഡിവൈഡഡ് ബൈ 5 9. 9ന്റെ റൂട്ട് എടുക്കുക. h/5 റൂട്ട്. ഓർക്കൂ. h ഹൈറ്റിൽ നിന്ന് താഴേക്ക് വീഴുമ്പോ താഴെ എത്താനുള്ള സമയത്താണ് h/5 റൂട്ട് h/5. അല്ല, അതിനൊക്കെ എളുപ്പം h/5 റൂട്ട്. h/5 കാണൂ, റൂട്ട് എടുക്കൂ. നോക്കൂ, ഇവിടെയുള്ള ഫോർമുലകളിലൊക്കെ 20 കൊണ്ടായിരിക്കും, ചിലപ്പോ 5 കൊണ്ടായിരിക്കും, 10 കൊണ്ടായിരിക്കും. അത്രേ ഉള്ളൂ. 5 കൊണ്ടായിരിക്കും, 5 10 20 ഈ 3 നമ്പർ മാത്രമേ ഉള്ളൂ. അപ്പോ താഴെ ടൈം കണ്ടുപിടിക്കാൻ ഫ്രീ ഫോൾ ആവുമ്പോൾ h/5 കാണുക, അതിന്റെ റൂട്ട് എടുക്കുക. ഒരുപാട് എക്സാമ്പിൾസ് ചെയ്തു നോക്കൂ. 25 മീറ്റർ ഉയരത്തിൽ നിന്ന് ഒരു പന്ത് താഴേക്ക് വീണു. താഴെ എത്താൻ എത്ര സമയം എടുക്കും? 25/5.
5, 5ന്റെ റൂട്ട് എടുക്കൂ. 35 മീറ്റർ ഉയരത്തിൽ നിന്ന് ഒരു ബോൾ താഴേക്ക് വീഴുന്നു. എത്ര സെക്കൻഡ് കൊണ്ട് താഴെ എത്തും? 35/5, 7×5 35, 7. അതിന്റെ റൂട്ട് എടുക്കൂ. റൂട്ട് 7 സെക്കൻഡ്. 60 മീറ്റർ ഹൈറ്റിൽ നിന്ന് ഒരു ബോൾ താഴേക്ക് വീഴുന്നു. താഴെ എത്താൻ എത്ര സമയം എടുക്കും? 60/5, 12. 12ന്റെ റൂട്ട് എടുക്കൂ. സോ താഴേക്ക് വീഴുന്ന വസ്തുവിന്റെ 2 ഡേറ്റയേ ഉള്ളൂ. താഴെ എത്താനുള്ള സമയം, താഴെ എത്തുമ്പോഴുള്ള വേഗത. താഴെ എത്തുമ്പോൾ അപ്പൊ നമുക്ക് കണ്ടുപിടിച്ച ഫോർമുല ഇവിടെ എഴുതാം. എന്താണ്? ടൈം ഓഫ് ഫാൾ ഫ്രീ ഫാൾ ആണ്. √2h/g. √2h/g നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ h/5 റൂട്ട് ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. h/5 കണ്ട് റൂട്ട് കാണുക. ഇനി താഴെ എത്തുമ്പോൾ വേഗത എന്തായിരിക്കും? താഴെ എത്തുമ്പോൾ വേഗത കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാ? ഇനീഷ്യൽ വെലോസിറ്റി 0, ഫൈനൽ വെലോസിറ്റി കാണണം. ഇനീഷ്യൽ വെലോസിറ്റി 0, ഫൈനൽ വെലോസിറ്റി കാണണം. സോ വെലോസിറ്റി അറ്റ് ടച്ച് ഡൗൺ പോയിന്റ് നമുക്ക് വെറുതെ അങ്ങനെ വിളിക്കാം. താഴത്തെ എത്തുന്ന പോയിന്റിൽ എത്തുമ്പോൾ വെലോസിറ്റി എന്തായിരിക്കും? എന്തൊക്കെയാണ്? ഇനീഷ്യൽ വെലോസിറ്റി 0, വീഴാൻ തുടങ്ങുമ്പോൾ 0, ഫൈനൽ വെലോസിറ്റി എത്രയെന്ന് അറിയില്ല. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു -g. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു g, കാരണം താഴേക്കാണ് കംപ്ലീറ്റ് മോഷൻ താഴേക്കാവുമ്പോൾ a ഈസ് ഈക്വൽ ടു g. ഹൈറ്റ്, ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ഹൈറ്റ്. മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഹൈറ്റ് എന്നല്ലേ സാധാരണ നമ്മുടെ ഫോർമുല? v² - u² ഈസ് ഈക്വൽ ടു 2as. u 0 ആണല്ലോ, അപ്പൊ v² ഈസ് ഈക്വൽ ടു 2ah. സോ 2gh, എക്ക് പകരം ആക്സിലറേഷൻ. therefore v ഈസ് ഈക്വൽ ടു √2gh. v ഈസ് ഈക്വൽ ടു √2gh. മോളിൽ നിന്ന് താഴേക്ക് വീഴുമ്പോ താഴെ എത്താനുള്ള സമയം √2h/g. അവിടെ എഴുതി വെച്ചിരിക്കുന്നു. അതേമാതിരി വെലോസിറ്റി ടച്ച് ഡൗൺ ഈസ് ഈക്വൽ ടു √2gh. √2gh എന്നൊക്കെ ഫോർമുലയൊക്കെ പഠിച്ചോളൂ. ഫോർമുലയൊക്കെ പഠിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാതെ. പക്ഷെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? 2g എന്താണ്? 20h കാണൂ. 20h കാണുക, എന്നിട്ട് അതിന്റെ റൂട്ട് എടുക്കുക. v ഈക്വൽ ടു 20h കാണുക, അതിന്റെ റൂട്ട് എടുക്കുക. 20h കാണുക, റൂട്ട് എടുക്കുക. സോ വളരെ പെട്ടെന്ന് നിങ്ങളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു കേസ് എടുക്കുക. 45 മീറ്റർ ഉയരത്തുനിന്ന് വീഴുന്നു. 45 മീറ്റർ ഉയരത്തിൽ നിന്ന് ഒരു പന്ത് വീഴുകയാണ്. 45 മീറ്റർ ഉയരത്തിൽ നിന്ന് ഒരു പന്ത് വീഴുമ്പോൾ എന്തൊക്കെ കാണണം? താഴെ എത്താനുള്ള സമയം കാണണം. കാണാൻ എന്താ ചെയ്യാന്നറിയോ? ഹൈറ്റ് എത്രയാണ്? 45 മീറ്റർ. 45 മീറ്ററിന് 5 കൊണ്ടായിരിക്കുക 9. അതിന്റെ റൂട്ട് എടുക്കുക. 3 സെക്കൻഡ്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ. 80 മീറ്റർ ഉയരത്തുനിന്ന് താഴെ വീഴുന്നു. 80 മീറ്റർ ഉയരത്തുനിന്ന് താഴെ വീഴുന്നു അല്ലേ? എത്ര സെക്കൻഡ് കൊണ്ട് താഴെ എത്തും? 80നെ 5 കൊണ്ടായിരിക്കുക 16. 5×5 50, 6×5 30, 16. 16ന്റെ റൂട്ട് എടുക്കുക. 4 സെക്കൻഡ് കൊണ്ട് താഴെ വീഴും. 125 മീറ്റർ ഉയരത്തിൽ നിന്ന് ഒരു പന്ത് താഴേക്ക് വീഴുന്നു. 125 മീറ്റർ ഉയരത്തിൽ നിന്ന് ഒരു പന്ത് താഴേക്ക് വീഴുന്നു. എത്ര സെക്കൻഡ് കൊണ്ട് താഴെ എത്തും? 125നെ 5 കൊണ്ട് അരിക്കുക. ഹൈറ്റിനെ 5 കൊണ്ട് അരിക്കുക. 125നെ 5 കൊണ്ട് അരിച്ചു കഴിഞ്ഞാൽ 25. അതിന്റെ റൂട്ട് എടുക്കുക. 5 സെക്കൻഡ്. സോ ഇത് പ്രാക്ടീസ് ചെയ്താൽ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് മനക്കണക്ക് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മനക്കണക്ക് ചെയ്യുന്ന പോലെ കൃത്യമായി ചെയ്യാൻ പറ്റും. ഇനി താഴെ എത്തുമ്പോഴുള്ള വേഗത കാണണമെങ്കിലോ, താഴെ എത്തുമ്പോഴുള്ള വേഗത കാണണമെങ്കിൽ ഇതേമാതിരി തന്നെ അത് കുറച്ചും കൂടി ഹൈറ്റ്, velocity of touchdown,
ഹൈറ്റ് ഒരു 20 മീറ്റർ ഹൈറ്റ്, 20 മീറ്റർ ഹൈറ്റിൽ നിന്ന് വീഴുമ്പോൾ താഴെ എത്തുമ്പോൾ വെലോസിറ്റി എത്രയായിരിക്കും? മനക്കണക്കായിട്ട് കാണാം. റൂട്ട് ഓഫ് 20h, റൂട്ട് ഓഫ് 20h, റൂട്ട് ഓഫ് 20 ഇൻറ്റു 20. അത് എത്രയാണ്? 20 ഇൻറ്റു 20 എടുത്തു കഴിഞ്ഞാൽ എത്ര? 20 മീറ്റർ പെർ സെക്കൻഡ്. 20h എടുത്തിട്ട് അതിൻ്റെ റൂട്ട് എടുക്കുക. ഇനി 20 ഒരു 45 മീറ്റർ എന്ന് വിചാരിക്കാം. 45 മീറ്റർ ഹൈറ്റ്, 45 മീറ്റർ ഹൈറ്റിൽ നിന്ന് വീഴുകയാണെങ്കിൽ താഴെ എത്തുമ്പോൾ എന്തായിരിക്കും വേഗത? താഴെ എത്തുമ്പോൾ 45 20h, 20 ഇൻറ്റു 45, 20 ഇൻറ്റു 45, 20 ഇൻറ്റു 45 എത്ര വരിക? ഈസ് ഈക്വൽ ടു 10 ഗുണിച്ചാൽ 450, 450 കൂടി എത്രയായി? 900. 900ന്റെ റൂട്ട് എടുത്താൽ എത്ര കിട്ടും? 30 മീറ്റർ പെർ സെക്കൻഡ്. 30 മീറ്റർ പെർ സെക്കൻഡ്. സോ 45 മീറ്റർ എന്ന് ചെയ്യുമ്പോൾ സോ 15 5 15 5 25 7 35, ഒരു 35 കൂടി കൂട്ടിയാൽ 35 കൂടി കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയും 40 37 80 മീറ്റർ. ഒരു 80 മീറ്റർ ഹൈറ്റ് നിന്ന് വീഴുന്നു വിചാരിക്കും. 80 മീറ്റർ ഹൈറ്റിൽ നിന്ന് താഴേക്ക് വീഴുമ്പോൾ താഴെ എത്തുമ്പോൾ എത്രയായിരിക്കും വേഗത? റൂട്ട് എടുക്കുക, 20 എടുക്കുക, h. ദിസ് ഈസ് ഈക്വൽ ടു 16 1600, റൂട്ട് ഓഫ് 1200 ഈസ് ഈക്വൽ ടു 40 മീറ്റർ പെർ സെക്കൻഡ്. ഒരു 125 മീറ്റർ ഹൈറ്റ് നിന്ന് താഴേക്ക് വീഴുകയാണ്. 125 മീറ്റർ ഹൈറ്റ് നിന്ന് വീഴുമ്പോൾ താഴെ എത്തുമ്പോൾ എന്തായിരിക്കും വേഗത? റൂട്ട് ഓഫ് 20 എടുക്കുക, 125, 20 ഹൈറ്റ് 125. ദിസ് ഈസ് ഈക്വൽ ടു 20 ഇൻറ്റു 125, 125 ഇൻറ്റു 2 എത്ര? 250, 250, ഒരു 0 കൂടി. നോക്കൂ, കാൽക്കുലേഷൻ ഒക്കെ വളരെ വളരെ പെട്ടെന്ന് ശീലാക്കണം നിങ്ങൾ. 20 ഇൻറ്റു 125 എന്ന് പറഞ്ഞാൽ 2 കൊണ്ടാണ് ഗുണിച്ചാൽ മതി, എന്നിട്ട് ഒരു 0 ചേർത്ത് കൊടുത്താൽ മതി. 2 ഇൻറ്റു 125 250, ഒരു 0 ചേർത്ത് വരുന്നു. ഇതിന്റെ റൂട്ട് എടുത്താൽ എന്താ? 25ന്റെ റൂട്ട് 5, 2 0ന്റെ റൂട്ട് 50 മീറ്റർ പെർ സെക്കൻഡ്. നോക്കൂ, എത്ര പെട്ടെന്നാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന് ഓർക്കുക. വീണ്ടും മേലോട്ട് പോകുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി ആണ് തരിക, കീഴോട്ട് വരുമ്പോൾ ഹൈറ്റ് ആണ് തരിക. ഓർക്കുണ്ടോ? മേലോട്ട് പോകുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി ആയിരിക്കും തരിക, താഴോട്ട് വരുമ്പോൾ ഹൈറ്റ് ആയിരിക്കും തരിക. മറ്റെന്തെങ്കിലുമാണ് തന്നിരിക്കുന്നത് നമുക്ക് കാണാം. നമ്മളിപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി ഹൈറ്റ് ഇന്ത്യൻ ടൈമിൽ കാണുകയാണ്. ഇനീഷ്യൽ വെലോസിറ്റി ടൈമിൽ എങ്ങനെ കാണുക? ഇനീഷ്യൽ വെലോസിറ്റി u, മേപ്പോട്ട് പോവാൻ u/g സെക്കൻഡ്, താഴോട്ട് വരാൻ u/g സെക്കൻഡ്. അപ്പൊ ടോട്ടൽ എത്രയായി? 2u/g. ഈ u/g എന്ന് പറയുന്നതിന് പകരം u/10 എന്ന് പറയാം. 2u/g എന്ന് പറയുന്നതിന് പകരം എന്ത് പറയാം? u/5 എന്ന് നമുക്ക് പെട്ടെന്ന് കണക്കാക്കാം. ഇനി മേപ്പോട്ട് പോകുമ്പോൾ പരമാവധി ഹൈറ്റ് എത്ര കാണുക? u²/2g. u²/2g കണക്കാക്കുമ്പോൾ എന്താ ചെയ്യുക? u ഇൻറ്റു u/20. 2g എന്ന് പറഞ്ഞാൽ 20 ആണേ. 2g 20, 2g 20, g 10, g 10, 2/g എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/5 എന്നായി പോകും. സോ u²/2g, ഹൈറ്റ് എത്രയാണ്? u². അപ്പൊ നിങ്ങളിതൊരു ചിത്രമായിട്ട് പഠിക്കണം, മനസ്സിൽ ഇങ്ങനെ ചിത്രമായിട്ട് പഠിക്കാം. ഞാൻ അവസാനമായി പറയണ ടൈം u/g, u/g, 2u/g, ഹൈറ്റ് u²/2g, u²/2g. അതിനെ എളുപ്പത്തിൽ u ഇൻറ്റു u/20 എന്ന് വേണേ പറയാം. അത് കഴിഞ്ഞു. ഇനി ഫ്രീലി ഫാളിങ്, താഴേക്ക് വീഴുകയാണ്. h ഹൈറ്റിൽ നിന്ന് വീഴുകയാണ്. h ഹൈറ്റിൽ നിന്ന് വീഴുമ്പോൾ താഴെ എത്താനുള്ള ടൈം റൂട്ട് ഓഫ് 2h/g, റൂട്ട് ഓഫ് 2h/g. സാറേ അങ്ങനെയൊക്കെയാണ് ഫോർമുല. പക്ഷെ കാണുക എങ്ങനെയാണെന്നറിയോ? എച്ചിനെ 5 കൊണ്ട് ഹരിച്ച് റൂട്ട് എടുക്കുക. എച്ചിനെ 5 കൊണ്ട് ഹരിച്ച് റൂട്ട് എടുക്കുക. 2h/g റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എച്ചിനെ ഹൈറ്റിനെ 5 കൊണ്ട് ഹരിച്ച് റൂട്ട് എടുത്താൽ താഴെ എത്താനുള്ള സമയം കിട്ടും. ഹൈറ്റിനെ 5 കൊണ്ട് ഹരിച്ച് റൂട്ട് എടുത്താൽ താഴെ എത്താനുള്ള സമയം കിട്ടും.
താഴെ എത്താനുള്ള സമയം. പിന്നെന്താ വേണ്ടത്? താഴെ എത്തുമ്പോഴുള്ള വേഗത, ടച്ച് ഡൗൺ വെലോസിറ്റി, താഴെ തൊട്ടാറാവുമ്പോഴുള്ള വെലോസിറ്റി, റൂട്ട് ഓഫ് 2gh. റൂട്ട് ഓഫ് 2gh. റൂട്ട് ഓഫ് 2gh എന്ന് ഞങ്ങൾ ഇങ്ങനെ പഠിക്കുക സാർ, 20h റൂട്ട്, 20h റൂട്ട്, 20h റൂട്ട് എടുക്കുക. ഹൈറ്റ് ആണ് തന്നിട്ടുണ്ടാവുക, 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതിന്റെ റൂട്ട് എടുക്കുക. സോ ഈ ഫോർമുലകൾ നിങ്ങൾ ഓർത്ത് വെക്കുക, പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് നല്ല സ്പീഡ് നിങ്ങൾക്ക് മനക്കണക്കായിട്ട് ചെയ്യാൻ പറ്റും. ഇത് ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു ഫോർമുല, അതുകൂടി പറയാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടമാണ്. h is equal to half gt square. ഇനീഷ്യൽ വെലോസിറ്റി 0 ആയ, u0 ആയ ഒരു വസ്തു താഴേക്ക് പതിക്കുമ്പോൾ, ഇനീഷ്യൽ വെലോസിറ്റി 0 ആയ ഒരു വസ്തു താഴേക്ക് പതിക്കുമ്പോൾ അത് സഞ്ചരിക്കുന്ന ദൂരം അല്ലെങ്കിൽ അതിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഹാഫ് gt സ്ക്വയർ. ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം കണ്ടുപിടിക്കാൻ പറ്റും. 1 സെക്കൻഡ് കഴിയുമ്പോൾ ഇത് എത്ര താഴേക്ക് വരും, 2 സെക്കൻഡ് കഴിയുമ്പോൾ താഴേക്ക് എത്ര വരും, 3 സെക്കൻഡ് കഴിയുമ്പോൾ താഴേക്ക് എത്ര വരും. അപ്പൊ t ഈസ് ഈക്വൽ ടു, അങ്ങനെയാണെങ്കിൽ താഴേക്ക് വരുന്ന ദൂരം, സഞ്ചരിച്ച ദൂരം, നമുക്ക് അതിന്റെ ഡെപ്ത് എന്നോ ഹൈറ്റ് എന്നോ എന്ത് വേണേ വിളിക്കാം. ഇങ്ങനെ എടുത്താൽ നോക്കൂ, ഈ ഫോർമുല ഹാഫ് gt സ്ക്വയർ. ഈ ഹാഫ് gt സ്ക്വയർ എന്നൊന്നും പഠിക്കണ്ട. ഇത് എങ്ങനെ പഠിക്കണ്ടേ? h ഈസ് ഈക്വൽ ടു 5t സ്ക്വയർ. നോക്കൂ, g 10 അല്ലേ, 10നെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? 5 അല്ലേ കിട്ടുക. അപ്പൊ h ഈസ് ഈക്വൽ ടു 5t സ്ക്വയർ. എന്താണിത് സാർ? ഒരു ബോളെ താഴേക്ക് വീഴാണ്, 0 വെലോസിറ്റിയിലാണ്ട് വീഴുക. ഓരോ സെക്കൻഡിലും, അതായത് t സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം 5t സ്ക്വയർ ആയിരിക്കും. t സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം 5t സ്ക്വയർ. സാർ അങ്ങനെയാണെങ്കിൽ 1 സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം എത്രയായിരിക്കും? 1 സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം 5 into t സ്ക്വയർ, 1 സ്ക്വയർ, 5 മീറ്റർ. സാർ അങ്ങനെയാണ് 2 സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം എന്തായിരിക്കും? 5 into 2 സ്ക്വയർ, 5 into 2 സ്ക്വയർ, 5 into 4, that is equal to 20 മീറ്റർ. അങ്ങനെയാണെങ്കിൽ 3 സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം എന്തായിരിക്കും? 3 സെക്കൻഡിൽ സഞ്ചരിച്ച 5 into 3 സ്ക്വയർ, 5 into 3 സ്ക്വയർ, 5 into 9, 9, 45 മീറ്റർ. സാർ അങ്ങനെയാണെങ്കിൽ 4 സെക്കൻഡിലാണ് കേട്ടോ, 4ാമത്തെ സെക്കൻഡിലല്ലേ, 4 സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം എത്രയായിരിക്കും? 5 into 4 സ്ക്വയർ, 5 into 4 സ്ക്വയർ, 5 into 16, 16, 5, 80 മീറ്റർ. സാർ അങ്ങനെയാണെങ്കിൽ 5 സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം എന്തായിരിക്കും? 5 into 5 സ്ക്വയർ, 5 into 5 സ്ക്വയർ, 5 സ്ക്വയർ 25, 5 into 5 into 25, 125 മീറ്റർ. നോക്കൂ, എത്ര പെട്ടെന്നാ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. 0 വെലോസിറ്റിയിൽ നിന്നൊരു വസ്തു താഴേക്ക് വീണാൽ 1ാമത്തെ സെക്കൻഡിൽ 5 സ്ക്വയർ, 2ാമത്തെ സെക്കൻഡിൽ 5 സ്ക്വയർ, 3ാമത്തെ സെക്കൻഡിൽ 5 സ്ക്വയർ, 4ാമത്തെ സെക്കൻഡിൽ 5 സ്ക്വയർ, 5ാമത്തെ സെക്കൻഡിൽ 5 സ്ക്വയർ. 5ാമത്തെ സെക്കൻഡിൽ കാണണം, അല്ലെങ്കിൽ 4ാമത്തെ സെക്കൻഡിൽ കാണണമെങ്കിൽ ഈ 3 സെക്കൻഡ് വരെയുള്ള ദൂരം കിഴിച്ചു കളഞ്ഞാൽ മതി. 5ാമത്തെ സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം കാണണമെങ്കിൽ ഈ 4 വരെയുള്ള കണ്ട് കിഴിച്ചു കളഞ്ഞാൽ മതി. സോ വളരെ സിമ്പിൾ ഫോർമുല 5t സ്ക്വയർ. ഓർത്തു വെക്കൂ, 5t സ്ക്വയർ. എല്ലാ ഫോർമുലയും ഒന്നുകൂടി ഞാൻ പറയാൻ പോവാണ്. u by g 2u by g u സ്ക്വയർ ബൈ 2g. ഹൈറ്റ്, മാക്സിമം ഹൈറ്റ് u സ്ക്വയർ ബൈ 2g. അത് കഴിഞ്ഞു, അപ്പോഴും മോഷൻ കഴിഞ്ഞു. ഇനി ഫ്രീ ഫാൾ, താഴേക്ക് വീഴാണ്, ഫാളിംഗ് ഫ്രം റെസ്റ്റ്. ഹൈറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ടൈം എത്രയാണ്? റൂട്ട് ഓഫ് 2h by g. വേണ്ട സാർ, ഹൈറ്റിനെ 5 കൊണ്ട് ഹരിച്ച് റൂട്ട് എടുക്കുക. താഴെ എത്തുമ്പോൾ അതിന്റെ വേഗത എന്തായിരിക്കും? താഴെ എത്തുമ്പോൾ വേഗതയുടെ ഫോർമുല റൂട്ട് ഓഫ് 2gh. ഹൈറ്റിന്റെ ടൈമിലാണ് കാണുന്നത്. റൂട്ട് ഓഫ് 2gh. സാർ ഞങ്ങൾ കാണുക എങ്ങനെ അറിയോ? 20 into ഹൈറ്റ് റൂട്ട് എടുക്കുക. താഴേക്കുള്ളതിൽ 2 നമ്മൾ റൂട്ട് എടുക്കുകയാണ്. ഇനി
താഴേക്ക് വീഴുന്ന ഒരു വസ്തു 1 സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം, 2 സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം, 3 സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം, 4 സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം, 5 സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം കാണാൻ 5t² എന്നാണ് ഫോർമുല. ഹൈറ്റ് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ എസ് ഈസ് ഈക്വൽ ടു, സഞ്ചരിച്ച ദൂരം ഈസ് ഈക്വൽ ടു 5t², ഹാഫ് gt² എന്നാണ് ഫോർമുല. പക്ഷേ ചുരുക്കി നമ്മൾ എന്താക്കി? 5t². 60 സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം, ഒരു വലിയ ബിൽഡിംഗ്, അതിന്റെ മുകളിൽ നിന്ന് ഒരു ആൾ താഴേക്ക് വീണു. 60 സെക്കൻഡ് എത്തിയപ്പോൾ അയാൾ എത്ര ദൂരം സഞ്ചരിച്ചു? സാർ 5 × 60². എത്ര പെട്ടെന്ന് കണ്ടുപിടിക്കാം? 24 സെക്കൻഡ് കൊണ്ട് അയാൾ സഞ്ചരിച്ച ദൂരം എത്രയാണ്? 5 × 24². വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. 5-ാമത്തെ സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കണമെങ്കിൽ ഈ 125ൽ നിന്ന് 80 കിഴിച്ചു കളയണം. 4-ാമത്തെ സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കണമെങ്കിൽ 80ൽ നിന്ന് 45 കിഴിച്ചു കളയണം. 3-ാമത്തെ സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കണമെങ്കിൽ 45ൽ നിന്ന് 20 കിഴിച്ചു കളയണം. അപ്പോൾ 4 സെക്കൻഡിൽ എന്ന് പറയുന്നതും 4-ാമത്തെ സെക്കൻഡിൽ എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട് എന്നോർക്കുക. ഈ വീഡിയോ, അതായത് ഷോർട്ട് ട്രിക്കിലെ 1-ാമത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ്. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ അടുത്ത ഷോർട്ട് ട്രിക്കുമായിട്ട് വരും. ഏതാണ് നിങ്ങളുടെ ടഫ് ടോപ്പിക്കുകൾ, ഫസ്റ്റ് ഇയറിൻ്റെയും സെക്കൻഡ് ഇയറിൻ്റെയും, +1-ൻ്റെയും +2-ൻ്റെയും, JEE, കീം, നീറ്റ്, ഇതിലേക്ക് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ടഫായി തോന്നുന്ന ടോപ്പിക്കുകൾ ഏതാണോ അത് നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. വീഡിയോനെ കുറിച്ചുള്ള പോസിറ്റീവ് അഭിപ്രായം, നെഗറ്റീവ് അഭിപ്രായം ഒക്കെ തുറന്നു പറഞ്ഞോളൂ. ഒരു പ്രശ്നമില്ല, കമന്റിൽ നിങ്ങൾ ഇട്ടോളൂ. സാറിന് ഇപ്പോൾ പേടിക്കൊന്നും വേണ്ടല്ലോ, കമന്റിൽ എന്തിട്ടാലും സാറിന് പ്രശ്നമൊന്നുമില്ലല്ലോ. അറിയാമല്ലോ എന്താണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത്, എന്താണ് നമ്മുടെ കുഴപ്പമൊക്കെ നമുക്കറിയണമല്ലോ. അപ്പൊ കമന്റുകളൊക്കെ ധൈര്യമായിട്ടോളൂ. നിങ്ങൾക്ക് വേണ്ട, അത്യാവശ്യം വേണ്ട ടോപ്പിക്കുകൾ പറഞ്ഞോളൂ. അതിൻ്റെ ഫിസിക്സിലെ എല്ലാ ടോപ്പിക്കുകൾക്കും നമുക്ക് ഷോർട്ട് കട്ടുകൾ ഉണ്ടാക്കാം. എല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് അറ്റാക്ക് ചെയ്യാം, വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യാം. അപ്പോൾ പരമാവധി വീഡിയോസ് നിങ്ങൾ അങ്ങനെ പഠിക്കണം, പ്രാക്ടീസ് ചെയ്യണം. പഠിച്ചാൽ മാത്രം പോരാട്ടോ, കണ്ടാൽ മാത്രം പോരാട്ടോ. നോക്കൂ, ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളിത് മുഴുവൻ എഴുതിയെടുക്കണം. വലത് കൈയിൽ പേന വേണം, ഇടം കൈയിൽ ചിലമ്പും വലം കൈയിൽ വാളും എന്നൊക്കെ പറയാറില്ലേ, അതേപോലെ വലം കൈയിൽ പേന ഉണ്ടെങ്കിലേ വിദ്യാർത്ഥിയാവൂ. കയ്യിൽ പുസ്തകവും കയ്യിൽ പേനയും ഉണ്ടെങ്കിൽ മാത്രമേ വിദ്യാർത്ഥിയാവൂ, അല്ലെങ്കിൽ വിദ്യാർത്ഥി ഒന്നും ആവില്ല. അല്ലെങ്കിൽ നമ്മൾ സിനിമ കാണുന്ന പോലെ, യൂട്യൂബ് വീഡിയോ കാണുന്ന മാതിരി ഇങ്ങനെ കാണുമോ. എന്തായാലും വളരെ സന്തോഷം. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അടുത്ത വീഡിയോയിൽ വരുന്നവരെ താങ്ക് യു.